ഇന്ന് രാത്രിയോടെ മണ്ണ് മുഴുവൻ നീക്കം ചെയ്യാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി എ.പി. അനിൽകുമാർ. ദുരന്തം അന്വേഷിക്കുന്നതിലും മരിച്ചവരുടെ കുടുംബത്തിനുള്ള ധനസഹായത്തിലും അടക്കം ഉടൻ തീരുമാനമുണ്ടാകും. കാണാതായവരെ ഇന്ന് കണ്ടെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് മന്ത്രി ടി സിദ്ദിഖും പറഞ്ഞു. മരിച്ച അതിഥി തൊഴിലാളികളുടെ മൃതദേഹം ഉച്ചയോടെ നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ടി സിദ്ദിഖ് അറിയിച്ചു. ശക്തമായ മഴ നമുക്കിന്ന് ഉണ്ടായിട്ടില്ലെങ്കിൽ നമുക്ക് ഇന്നൊരു സന്ധ്യയോടുകൂടി തന്നെ വൈകുന്നേരത്തോടു തന്നെ നമുക്ക് മണ്ണ് മുഴുവൻ നീക്കം ചെയ്യാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത്. എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ഇത് കണ്ടെത്താൻ കഴിയുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് ഇപ്പോൾ മുന്നിലുള്ളത്. അതനുസരിച്ച് ആണ് മുന്നോട്ട് പോകുന്നത്. 1 മണിയോടുകൂടി ആ ബോഡീസ് മുഴുവൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എംബാം ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുപോകും. അവിടുന്ന് എംബാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ആംബുലൻസിൽ കൊച്ചിൻ എയർപോർട്ടിലേക്ക് പോയി അവിടെ നിന്ന് അവരുടെ അതാത് സ്ഥലങ്ങളിലേക്ക് ഗോളിയോർ, റാഞ്ചി, പാറ്റ്ന 3 കൊണ്ടുപോകാനുള്ള നടപടികൾ ആയിട്ടുണ്ട്. ബാക്കിയുള്ള കിട്ടാനുള്ള 5 പേർക്ക് വേണ്ടിയിട്ടുള്ള നല്ല രീതിയിലുള്ള തെരച്ചിൽ പ്രവർത്തനം ഇന്ന് നടക്കുകയാണ്. കെഡാവർ ഡോഗ്സും അതുപോലെ ലൈവായിട്ടുള്ള ആളുകളെ ഡിറ്റക്ട് ചെയ്യാനുള്ള സംവിധാനവും മരിച്ച ബോഡീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യാനുള്ള സംവിധാനത്തോട് കൂടിയിട്ടുള്ള പരിശോധനകളാണ് ഇന്ന് നടക്കുന്നത്. അപ്പോൾ ഇന്ന് കണ്ടെത്താൻ പറ്റുമെന്നുള്ള പൂർണ്ണമായിട്ടുള്ള പ്രതീക്ഷയിലാണ്.